സ്പെഷ്യൽ ഹെൽത്ത് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറോണ വൈറസിന്റെ ഭീതി എങ്ങും നിലനിൽക്കുന്നു. ഇത്തരം സന്ദർഭത്തിൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് പ്രധാന കാര്യം. അതിന് എല്ലാവർക്കും ആവശ്യമായ ഹാൻഡ് സാനിറ്റൈസർ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമല്ല. ലഭ്യമായാൽ തന്നെ അതിന്റെ വില കൂടുതലുമാണ്. ഈ വീഡിയോയിൽ സാനിറ്റൈസർ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം, അതും കുറഞ്ഞ ചെലവിൽ. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് സാനിറ്റൈസർ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എല്ലാം തന്നെ നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലോ ലഭിക്കുന്നതാണ്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ, ഇതിനെ IP ആൽക്കഹോൾ എന്നും അല്ലെങ്കിൽ റബ്ബിൻ ആൽക്കഹോൾ എന്നും പറയും. പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെൽ, ഗ്ലിസറിൻ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ലെമൺ ഗ്രാസ് ഓയിൽ അഥവാ പുൽത്തൈലം. ഇസോപ്രോപ്പൈൽ ആൽക്കഹോൾ or IP ആൽക്കഹോൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഇതൊരു അണുനാശിനിയാണ്. അലോവേര ജെല്ലിന്റെ പ്രത്യേകത ഇതൊരു ആന്റി ഫംഗൽ ബാക്ടീരിയൽ പ്രോഡക്റ്റ് ആണ്. പിന്നെ വേണ്ടത് ഗ്ലിസറിൻ. ഇതിന്റെ പ്രത്യേകത ഇത് നമ്മുടെ കൈകൾക്ക് സോഫ്റ്റ്നെസ് തരുന്നതാണ്. സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്തത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത ഇതൊരു ആന്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ കയ്യിൽ മുറിവോ മറ്റോ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതെ സഹായിക്കുന്നതാണ് ഇത്. ലെമൺ ഗ്രാസ് ഓയിൽ അഥവാ പുൽത്തൈലം ഇത് ഉപയോഗിക്കുന്നത് കൈകൾക്ക് ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ്. സ്മെല്ലിന് വേണ്ടി വേറെ എസൻസുകളും നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. അളവിന് വേണ്ടി ഒരു സിറിഞ്ചോ അല്ലെന്നുണ്ടെങ്കിൽ മെഷർമെന്റ് ഉള്ള ഏതെങ്കിലും മരുന്ന് കുപ്പിയുടെ ക്യാപ്പോ ആയാലും മതി. ഒരു ടീസ്പൂൺ അലോവേര ജെൽ എടുക്കുക, അത് ഈ വെസലിലേക്ക് ഇടുക. അതിനുശേഷം IP ആൽക്കഹോൾ 75 ml അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഗ്ലിസറോൾ 10 ml ഇതിന്റെ കൂടെ ആഡ് ചെയ്യും. ഹൈഡ്രജൻ പെറോക്സൈഡും ഒരു 10 ml വേണം. ഇതിലേക്ക് 5 അല്ലെങ്കിൽ 10 ഡ്രോപ്സ് പുൽത്തൈലം ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. ഈ പുൽത്തൈലത്തിന്റെ മണം ഇഷ്ടമില്ലാത്തവർക്ക് മറ്റ് ഓയിൽ എസൻസുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഈ മിക്സ്ചർ നല്ല രീതിയിൽ ഇളക്കി ചേർക്കുക. അതിനുശേഷം ഈ മിശ്രിതം, നമ്മുടെ ഈ മിക്സ്ചർ ഹാൻഡ് സാനിറ്റൈസർ ഇത് സൂട്ടബിൾ ആയിട്ടുള്ള ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ ചുറ്റും, അതായത് നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിലോ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.